ഹലോ മോളെ. മജീദ്ക്ക, ഇവിടെ പൂങ്കുന്നത്ത് ഒരു വീട്ടില് P4 പ്രൊഡക്ഷൻസിന്റെ പുതിയ പടത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അവിടുത്തെ പ്രൊഡ്യൂസറിന്റെ മാനേജർ സുധി, ആളുടെ അടുത്ത് ഞാൻ പറഞ്ഞു നോക്കാം. ഇക്കൊന്ന് പോയി കഥ പറഞ്ഞു നോക്ക്. ലൊക്കേഷൻ ഞാൻ ഇപ്പം അയക്കാം. റോഹൻ സാറല്ലേ? ആർച്ച് പറഞ്ഞിട്ടൊന്നാണോ കഥ പറയാൻ? അതെ അതെ. വാ. താഴെങ്ങാനും ഇടുന്നു. പുള്ളിക്കാരൻ സ്റ്റെപ്പ് കയറാൻ പാടാവും. സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല ഇല്ല. എന്നാ വാ. സാർ, ഈ സിനിമ തുടങ്ങുന്നത് ഒരു പഴയ ഓടിട്ട വീട്ടിൽ നിന്നാണ്. ആ വീട്ടിലേക്കൊരു അതിഥി നടന്നു വരികയാണ്. കഥയുടെ അവസാനം പ്രതീക്ഷയുടെ നായകൻ അവിജനമായ വഴിയിലൂടെ നടന്നു നീങ്ങുന്നു. ഒരു വൈഡ് ബാക്ക് ഷോട്ടിൽ സിനിമ അവസാനിക്കും. കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഒക്കെ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു നല്ല സ്ക്രിപ്റ്റാണ് വേണ്ടത്. ഓൾറെഡി ഡയറക്ടേഴ്സ് ഒരു 3-4 പേര് തന്നെ നമ്മുടെ പ്രൊഡ്യൂസറിൻ്റെ സുഹൃത്തുക്കളുണ്ട്. പക്ഷേ എല്ലാവർക്കും ആവശ്യം ഒരു നല്ല സ്ക്രിപ്റ്റാണ്. നമുക്ക് ഈ സ്ക്രിപ്റ്റ് നോക്കാം. പിന്നെ വേറൊരു ഡയറക്ടറിനെ വെച്ച് നമുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. റൈറ്ററുടെ പേരെന്താണെന്ന് പറഞ്ഞത്? മജീദിനെ നമുക്ക് റൈറ്ററായിട്ട് എടുക്കാം. പക്ഷേ ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, അപ്പം ഒരു ഫുൾ സിനിമ ഡയറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മജീദിനെ നമുക്ക് റൈറ്ററായിട്ട് എടുക്കാം. അല്ല, റുവൽ സാറില്ലേ? സാറിനോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? സാറിനോട് പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പുള്ളിക്കാരനാണ് എന്നെ ഇവിടെ ഇരുത്തിയേക്കുന്നത്. ഇതൊക്കെ തന്നെയായിരിക്കും പുള്ളിയുടെ അഭിപ്രായം. എന്തായാലും നോക്കാം, നോക്കിയിട്ട് ഞങ്ങൾ പറയാം. മുപ്പത്തഞ്ച് വർഷമായി സാർ ഞാൻ ഈ സ്ക്രിപ്റ്റ് മലയാളം തുടങ്ങിയിട്ട്. അന്ന് റിജക്റ്റ് ചെയ്യാൻ കാരണം ഞാൻ യങ്ങാണെന്നത്, ആവശ്യത്തിന് എക്സ്പീരിയൻസ് ഇല്ല എന്നത്. പിന്നീട് കല്യാണം, കുട്ടികൾ, പ്രാരാബ്ദം, അതിനിടയിൽ ഒരുപാട് പേരോട് കഥ പറഞ്ഞു. 2 സിനിമ അസിസ്റ്റ് ചെയ്തു സാർ, 12 ഷോർട്ട് ഫിലിം ചെയ്തു. അങ്ങനെ പ്രായം ഇപ്പോൾ ഇത്രയും ആയി. ഇതെല്ലാം ചെറുപ്പത്തിലെ മനസ്സിൽ കൂടി ആഗ്രഹം സാധിക്കണം സാർ. അതെനിക്ക് ചെയ്യണം. ഈ കഥ മറ്റാരെക്കാളും എനിക്ക് ചെയ്യാൻ പറ്റും. ഇതെനിക്ക് തന്നെ ചെയ്യണം. ഞാൻ വിളിക്കാം. ശരി. സാറിന് എന്നെ മനസ്സിലായില്ലേ? ഞാൻ മജീദ്, വിശ്വസ് സാറിൻ്റെ ആദ്യ പടം ഡയറക്റ്റ് ചെയ്തിരുന്നത് ഞാനായിരുന്നു. അന്ന് കഥ പറയാൻ വന്നപ്പോൾ കഥ കേട്ട് സാറിനേക്കാളും എക്സൈറ്റഡ് ആയത് മോനായിരുന്നു. മജീദിക്ക, മനസ്സിലായി. അച്ഛൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ആ പടം പൂർത്തിയാക്കാൻ. പക്ഷേ മുമ്പേ അച്ഛൻ പോട്ടെ. ഇക്കെന്താ ഇവിടെ കഥ പറയാൻ തന്നെ. അതെയോ? സുധി കണ്ടില്ലേ? കഥ പറഞ്ഞു, അദ്ദേഹത്തിന് ഇഷ്ടമായി. ഓ, പക്ഷെ വേറെ ആളെ വെച്ച് ഡയറക്റ്റ് ചെയ്യാമെന്ന് അദ്ദേഹം പറയുന്നത്. പക്ഷെ മോനെ, ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. മനസ്സിലായി. നമുക്ക് റെഡിയാക്കാം. ശരി, ഞാൻ വിളിക്കാം. കുറച്ച് വർക്ക് പെൻഡിങ് ആണ്, അർജന്റ് കോളാണ്. ശരി, കാണാം മോനെ. എനിക്കറിയാം, ചിലപ്പോൾ അവരെന്നെ വിളിച്ചേക്കില്ല. പക്ഷെ ഞാൻ നിർത്തില്ല. കഥ പറഞ്ഞുകൊണ്ടേയിരിക്കും. പ്രായം വെറും നമ്പർ മാത്രമാണ്. എന്തും ചെയ്യാനുള്ള മനസ്സാണ് വേണ്ടത്. അതെനിക്കുണ്ട്. എൻ്റെ പ്രായം എന്നെ തടയില്ല. ചതുരംഗക്കളത്തിലെ കാലാളിനെ പോലെ സ്റ്റെപ്പുകൾ ഓരോന്നായി വെച്ചുകൊണ്ട് ഞാൻ ചെയ്യും എൻ്റെ സിനിമ.